പ്രിയപ്പെട്ടവരെ, നമസ്തേ. 1988 ഞാൻ പാലക്കാട് ജില്ലാ കളക്ടറായി ചുമതലയേറ്റത്. ആദ്യം ചെയ്തത് അട്ടപ്പാടി മേഖല സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഗിരിവർഗ മേഖലയാണ് അട്ടപ്പാടി. അട്ടപ്പാടിയെല്ലാം സന്ദർശിച്ച് കോയമ്പത്തൂർ വഴി മടങ്ങി പാലക്കാടില് ടൗൺ ഏരിയയിൽ എത്തിയപ്പോഴാണ് ഞാൻ കണ്ട ഒരു കാഴ്ച, ഒരു ട്രാഫിക് പോലീസുകാരൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്നതായിരുന്നു. അയാൾ എന്നെ സല്യൂട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, എന്നെയോ എൻ്റെ കാറിനെയോ കണ്ടു എന്ന് ഭാവിച്ചുമില്ല. കാല് ഭിത്തിയിൽ ചാരി വെച്ച് നിന്നുകൊണ്ട് ഒരു സിഗരറ്റ് വലിച്ച് ആസ്വദിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഓഫീസിൽ ചെന്നപാടെ SP വിളിച്ചു. എന്നിട്ട് ഈ കണ്ട കാഴ്ച പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ സല്യൂട്ട് ചെയ്തില്ല എന്നുള്ള പരാതിയല്ല, ഒരു ട്രാഫിക് പോലീസുകാരൻ ഒരിക്കലും ഇങ്ങനെ പെരുമാറാൻ പാടില്ല. സിഗരറ്റ് വലിച്ചു നിൽക്കുക ജോലി സമയത്ത്, അതും ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ. കേരളത്തിലേക്ക് വരുന്നവർ ഒരു പക്ഷേ വാളയാർ വഴി വരുമ്പോൾ ആദ്യം കാണുന്ന ടൗൺ ആണ് പാലക്കാട്. അവിടുത്തെ ജംഗ്ഷനിൽ നിൽക്കുന്ന പോലീസുകാരൻ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ പോലീസിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താവും? അപ്പോൾ SP പറഞ്ഞു, ഞാൻ എല്ലാ പോലീസുകാരെയും, ട്രാഫിക് പോലീസുകാരെയും കൂടി ഒന്ന് ഒരുമിച്ച് വിളിക്കാം, എന്നിട്ട് കളക്ടർ അവിടെ വന്ന് അവരോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. ഇത് വർഷത്തിലൊരിക്കൽ മാത്രം ചെയ്താൽ പോരാ, കൂടെ പലരെയും വിളിച്ച്, കളക്ടറെ മാത്രമല്ല മറ്റു പലരെയും വിളിച്ച് പോലീസിനോട് അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച്, അവകാശത്തെക്കുറിച്ച്, കർത്തവ്യത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊരു റെഗുലർ എക്സസൈസ് ആവണം എന്നെനിക്ക് തോന്നി. മൃദുഭാവേ ദൃഢകൃത്യേ എന്നുള്ളതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. ഇതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. പെരുമാറ്റത്തിൽ മൃദുവായിരിക്കണം, പക്ഷേ കർത്തവ്യ നിർവഹണത്തിൽ ദൃഢമായിരിക്കണം. പക്ഷേ ജനങ്ങളോടുള്ള കേരള പോലീസിൻ്റെ പെരുമാറ്റം മിക്കപ്പോഴും മൃദുവല്ല, പരുഷമാണ് എന്നാണ് ആക്ഷേപം. ഇത് കേരളത്തിലെ പോലീസിന് മാത്രമുള്ള കുറ്റമല്ല. ലോകത്തിലെ എല്ലായിടത്തും ഇതുപോലുള്ള പരാതികൾ ഉണ്ടാകാറുണ്ട്. 2020 തോന്നുന്നു, അമേരിക്കയിലെ മിന്നോപോളിസ് എന്ന നഗരത്തിൽ ജോർജ് ഫ്ലോയ്ഡ് എന്ന കറുത്ത വർഗക്കാരനെ 4 വെള്ളക്കാരായ പോലീസുകാർ ഒരുമിച്ച് ചേർന്ന് കൊലപ്പെടുത്തിയ കഥ നമ്മൾ വായിച്ചതാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ TV കണ്ടതുമാണ്. അത് ലോകത്തെമ്പാടും എന്തോരം പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്, അല്ലേ? കസ്റ്റഡി മരണങ്ങൾ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകാറുണ്ട്. തമിഴ്നാട്ടിലെ അടുത്ത കാലത്തുണ്ടായ കസ്റ്റഡിയിൽ മരണങ്ങൾ വളരെ ഒച്ചപ്പാടുണ്ടാക്കി. പിന്നെ പോലീസിൻ്റെ അതിക്രമങ്ങൾ, അതും എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാകാറുണ്ട്. UP ഉണ്ടായ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് വളരെ മോശമായ റിപ്പോർട്ടുകളാണ് നമ്മൾ കേട്ടത്. ഇതിൻ്റെ അർത്ഥം പോലീസുകാരെല്ലാം കുറ്റക്കാരാണ്, അവരെല്ലാം അതിക്രമങ്ങളെ കാട്ടുന്നു എന്നുള്ളതല്ല കേട്ടോ. നല്ല കഥകളും നമ്മൾ കേട്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് പോലീസ്, ജനമൈത്രി പോലീസ് കേരളത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് വളരെയധികം ശ്ലാഘിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്, കേരളത്തിൽ നടത്തുന്ന കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് ഒരു നല്ല മോഡലാണ്. പിന്നെ ഒറീസയിലെ ട്രാഫിക് പോലീസിനെ കുറിച്ചും വളരെ നല്ല അഭിപ്രായമാണ്. അവർ ജനങ്ങളോട് പെരുമാറുന്ന രീതി അത് മറ്റുള്ളവർ കണ്ടു പഠിക്കേണ്ടതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇംഗ്ലണ്ടിൽ ചെല്ലുമ്പോൾ ലണ്ടൻ പോലീസ് ഈ കാര്യത്തിൽ ഏറ്റവും മാതൃകാ പുരുഷന്മാരാണ്. അവരുടെ മാതൃക വേണം എല്ലാവരും പാലിക്കേണ്ടതെന്ന് പറയാറുണ്ട്. ഞാൻ ഇംഗ്ലണ്ടിൽ പഠിച്ച ആളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ചു പറയാം, അവിടുത്തെ പോലീസുകാരോട് നമ്മൾ എന്തെങ്കിലും ഒരു ചോദ്യങ്ങൾ ചോദിച്ചാൽ വളരെ മാന്യമായി, ഭവ്യമായിട്ടാണ് അവരുടെ മറുപടി. മൃദുഭാവേ തന്നെയാണ് അവർ മറുപടി പറയാറുള്ളത്. അപ്പോൾ ഈ മാതൃക നമ്മൾ അവലംബിക്കണം, അതാണ് പ്രധാനം. നമുക്ക് ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്നെല്ലാം കേരളത്തിലെ 2011 പോലീസ് ആക്ട് വിശദമാക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്:
ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളോടുള്ള ഇടപാടുകളിൽ മര്യാദയും ഔചിത്യവും അവസരോചിതമായ സഹാനുഭൂതിയും പ്രകടിപ്പിക്കേണ്ടതും സഭ്യവും മാന്യവുമായ ഭാഷ ഉപയോഗിക്കേണ്ടതുമാണ് എന്നാണ്. ഇതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പല പ്രാവശ്യം പല DGPമാരും സർക്കുലറുകൾ അയക്കും. പക്ഷേ സ്ഥിതി മെച്ചപ്പെടുന്നതായി തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് കേരള ഹൈക്കോടതിക്ക് പോലീസിനെ ശാസിക്കേണ്ടി വന്നത്. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു, പൊതുജനങ്ങളെ എടാ പോടാ എന്നൊന്നും വിളിക്കരുതെന്ന്. അങ്ങനെ നിർദ്ദേശിക്കണം, കർശനമായ നിർദ്ദേശം കൊടുക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ പോലീസിനെ മാനുഷികവൽക്കരിക്കുക എന്നുള്ളത് ഇന്ന് ഏറ്റവും ആവശ്യമായ ഒന്നാണ്. പ്രത്യേകിച്ചും മനുഷ്യാവകാശങ്ങൾ പോലുള്ള ആധുനിക ആശയങ്ങൾ വികാസം പ്രാപിച്ച ഈ കാലത്ത് ഈ ലക്ഷ്യം എങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ മുൻപിലെ ചോദ്യം. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചില മാർഗങ്ങൾ ഞാനൊന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഒന്നാമത്, നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി പോലീസിംഗ് ആണ് ചെയ്യേണ്ടത്. കേരളത്തിൽ ജനമൈത്രി പോലീസ് അത് ചെയ്യുന്നുണ്ട്. അത് ഉള്ള സ്റ്റേഷനുകളിൽ എല്ലാം നല്ല റിപ്പോർട്ടുകളാണ് കിട്ടുന്നത്. ജനങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ പോലീസിന് അവിടെ കഴിയുന്നു. അപ്പോൾ ഇത് നമുക്ക് മറ്റേ എല്ലാ ജില്ലകളിലും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ? രണ്ടാമതായിട്ട് വേണ്ടത്, അതാത് പ്രദേശത്തെ സംസ്കാരം എന്താണെന്ന് പോലീസിനെ പഠിപ്പിക്കണം. കാരണം തിരുവനന്തപുരത്തെ സംസ്കാരമല്ല മലപ്പുറത്തേതല്ല കണ്ണൂര്, അല്ലേ? എല്ലാം ഒരു കേരളീയ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതത് പ്രദേശത്ത് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്താണെന്ന് പോലീസ് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഞാനത് കൂടുതൽ വിശദമാക്കുന്നില്ല. മൂന്നാമതായി വേണ്ടത്, ജനങ്ങളുമായിട്ട് ഉള്ള ഇടപാടുകൾ നടക്കുമ്പോൾ, അവരെ ഇടപെടുമ്പോഴൊക്കെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ക്യാമറകൾ പോലീസുകാരുടെ ശരീരത്തിൽ ഘടിപ്പിക്കണം. ഇപ്പം AI ക്യാമറാസ് നമ്മുടെ റോഡുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഇതുപോലുള്ള ക്യാമറകളെ നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ചാൽ അത് റെക്കോർഡ് ചെയ്യും എങ്ങനെയാണ് ഇവർ പെരുമാറുന്നതെന്ന്. അത് സൂക്ഷ്മമായി പരിശോധിക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ട്, തെറ്റുപറ്റി എന്ന് കണ്ടാൽ അപ്പോൾ തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാവണം. ഇത് സത്യസന്ധത, പിന്നെ ഉത്തരവാദിത്വം, ഇവയെല്ലാം ഉറപ്പുവരുത്തും, സുതാര്യതയും. പിന്നെ 4, പോലീസിനെതിരെയുള്ള പരാതികൾ പരിശോധിക്കുന്നത് വളരെ നിഷ്പക്ഷമതികളുള്ള ആൾക്കാരുടെ ഒരു കമ്മിറ്റി ആയിരിക്കണം. അവർ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക മാത്രമല്ല, നല്ല കാര്യങ്ങൾ ചെയ്താൽ അതും ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ ഒരു സമീപനമാണ് ഇന്ന് വേണ്ടത്. നമ്മൾ ഇത് പറയുമ്പോൾ മനസ്സിലാക്കണം, പോലീസ് ജോലി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ജോലിയൊന്നും അല്ല. ഞാൻ എപ്പോഴും വിചാരിക്കും, IASകാരായ ഞങ്ങളുടെ ജോലിയേക്കാളും വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഒരു IPS ഉദ്യോഗസ്ഥൻ്റേത്. കാരണം ഉയർന്ന ജോലി സമ്മർദ്ദം അവർക്കുണ്ട്. പിന്നെ കഠിനാധ്വാനം ഒരുപാട് ആവശ്യപ്പെടുന്നു. ഇത് സമ്മർദ്ദവും കഠിനാധ്വാനവും ഒക്കെ എല്ലാ ജോലിക്കും ആവശ്യമാണ്. എങ്കിലും പോലീസുകാർക്ക് അത് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം പാവങ്ങൾ, അവർ ഒരു VIP വരുമ്പോഴൊക്കെ, ഇപ്പോൾ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, അവരൊക്കെ വരുമ്പോഴൊക്കെ പോലീസുകാർ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അവർ പോകുന്നത് വരെ അവർക്ക് ശ്വാസം വിടാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും വളരെ ഭവ്യമായി പെരുമാറണം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ചിലപ്പോൾ അത് സാധിച്ചു എന്ന് വരില്ല. അവരുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തേണ്ട ചുമതല സർക്കാരിനുണ്ട്. അവർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ അറിവിലില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ മോശം പെരുമാറ്റം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുന്നതിൽ ഒരു അമാന്തവും ഉണ്ടാകരുത്. അന്നേരം പാർട്ടി പരിഗണനകളോ ജാതി മത പരിഗണനകളോ ഒരിക്കലും ഉണ്ടാകരുത്. ഒരു നല്ല പോലീസ് വേണമെങ്കിൽ ഇത് ഏറ്റവും അത്യാവശ്യമാണ്. ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് പോലീസ് കുറെ കൂടി നിഷ്പക്ഷമതികളാകുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പോലീസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് രീതിയാണ്.
അവരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ സദാചാര ബോധം, എത്തിക്സ്, സഹാനുഭൂതി, കമ്പാഷൻ, പിന്നെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത, കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് പബ്ലിക്, ഇതൊക്കെ പ്രധാനമായും പരിഗണിക്കപ്പെടണം. ഇതൊക്കെ ഉള്ളവരെ മാത്രമേ പോലീസ് സേനയിലേക്ക് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ വെറുതെ ശാരീരിക മികവുണ്ട്, തടിമിടുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് മാത്രം നോക്കിയെടുക്കുന്നത് ശരിയല്ല. പിന്നെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് പോലീസിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണം. പിന്നെ പോലീസിൻ്റെ റോളും അവരുടെ അവകാശങ്ങളും ജനങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ വേണ്ട പബ്ലിക് ക്യാമ്പയിനുകൾ നടത്തണം. പോലീസ് ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിനാവശ്യമുള്ള പബ്ലിസിറ്റി കൊടുക്കുകയും അത് ചെയ്ത പോലീസുകാരെ അംഗീകരിക്കുകയും ചെയ്യണം. നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്ന് ഞാൻ പറയില്ല, പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. എങ്കിലും ഒരു മോശമായ പെരുമാറ്റം കൊണ്ട് പോലീസിന് മുഴുവനും ചീത്തപ്പേരുണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നിന്നും തീർച്ചയായിട്ടും മോചനം ലഭിക്കണമെങ്കിൽ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പറയുകയും അംഗീകരിക്കുകയും വേണം. നമ്മൾ സാധാരണ ഈ പോലീസ് എന്ന ഇംഗ്ലീഷ് വാക്കിലെ ഓരോ അക്ഷരത്തിനും ഓരോ സ്വഭാവ ഗുണമുണ്ടെന്ന് പറയാറുണ്ട്. ചിലർ പറയും P for polite, O for obedience, L for legal, I for intelligence, C for courtesy, E for enforcement എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു സിനോണിം ഈ പോലീസ് എന്ന സിനോണിം അതിന് പല വ്യാഖ്യാനങ്ങളും നമുക്ക് നൽകാൻ കഴിയും. ഓരോരുത്തരും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഓരോന്നും പറയാറുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നത് പോലീസ് എന്ന സംക്ഷേപത്തിന് ഈ അർത്ഥം വേണം കൊടുക്കാൻ: പ്രൊട്ടക്ടേഴ്സ് ഓഫ് ലോ, ഇൻറ്റഗ്രിറ്റി, സിറ്റിസൻസ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്. നിയമത്തെയും സത്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്ന നിയമപാലകരാകണം പോലീസ്. എന്നാണോ അത് സംഭവിക്കുന്നത് അന്നേ പോലീസ് യഥാർത്ഥ പോലീസ് ആവുകയുള്ളൂ. ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Bhavika, a student enrichment program.